ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പെരുമാറ്റച്ചട്ടം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UDF-നെതിരെയും ശ്രീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കുമെതിരെയുമാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. മുസ്ലിം മതാചാര പ്രകാരം ഉള്ള തുപ്പി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ധരിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ 30%-ലധികം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് നിലനിർത്തുന്നതിനായി സമുദായത്തിലെ ചിഹ്നം ഉപയോഗിച്ചു എന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാവുത്തർ അസോസിയേഷൻ പ്രസിഡന്റ് PM ഷാജഹാനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത്. PM ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിരിക്കുന്ന പരാതി ഇങ്ങനെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടന യോഗത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന പൊതുസമ്മേളന വേദിയിൽ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം മതാചാര പ്രകാരം ഉപയോഗിച്ചു വരുന്ന തൊപ്പി ധരിച്ചതായി കാണുന്നു. അദ്ദേഹത്തോടൊപ്പം AICC പ്രസിഡന്റും MP-യുമായ രാഹുൽ ഗാന്ധി MP-യും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഉൾപ്പെടെ UDF-ന്റെ 50ഓളം സംസ്ഥാന കേന്ദ്ര നേതാക്കൾ പ്രസ്തുത പൊതുസമ്മേളന വേദിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ പ്രമുഖ മുസ്ലിം വിഭാഗത്തിന്റെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷന്റെ പ്രസിഡന്റും വടക്കൻ കേരളത്തിലെ മുസ്ലിം പണ്ഡിതനും കഷ്ടരാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം മതവിഭാഗത്തിലെ സാധാരണക്കാരനായ പൊതുജനങ്ങളെ ഇഷ്ടപ്പെട്ട ആളുമായതിനാൽ ഒരു വിഭാഗത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി തെരഞ്ഞെടുപ്പിന്റെ പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം മതാചാര പ്രകാരം നമസ്കാരത്തിനും ഇതര പ്രാർത്ഥനകൾക്കുമായി സുന്നത്തായി ഉപയോഗിച്ചു വരാറുള്ള ഇസ്ലാം മത തൊപ്പി തലയിൽ അണിഞ്ഞതുകൊണ്ട് പ്രസ്തുത പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തതായി കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഫോട്ടോകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ 30%-ലധികം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് നിലനിർത്തുന്നതിനായി സമുദായത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗപ്പെടുത്തി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്തുത സമ്മേളനം ബോധപൂർവമായി കേരളത്തിലെ ഒട്ടാകെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. ആയതിനാൽ പ്രസ്തുത പരിപാടി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ആയതിനാൽ ശ്രീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി MP-യും ഉൾപ്പെടെ UDF നേതൃനിരയിലെ പ്രമുഖ 50ഓളം നേതാക്കൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടുള്ളതിനാൽ മേൽപ്പടി ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പരാതി അവസാനിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് രഹസ്യ ചർച്ചയ്ക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിലൂടെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നതായുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റും ഉപയോഗിക്കരുതെന്നാണ് നിയമം. SDPI-കാരും ലീഗ് നേതാക്കളും അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുവെന്നും ചർച്ച നടന്നതായി പങ്കെടുത്ത SDPI നേതാവ് സാക്ഷ്യപ്പെടുത്തതായും പരാതി ഉയർന്നിരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നവരെ കൈയോടെ പിടികൂടാൻ ആപ്ലിക്കേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറത്തിറക്കിയിരുന്നു. CVGIL ആപ്പാണ് കമ്മീഷൻ നേരത്തെ പുറത്തിറക്കിയിരുന്നത്. ലളിതമായി ഉപയോഗിക്കാവുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് CVGIL ആപ്പ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ വീഡിയോ, ഫോട്ടോ കണക്ഷനുകൾ തിരഞ്ഞെടുത്ത് ദൃശ്യം പകർത്തുക ശേഷം വിഷയത്തെക്കുറിച്ച് ഒരു അടിക്കുറിപ്പ് കൂടി ചേർത്ത് കമ്മീഷൻ അയച്ചു കൊടുക്കാം. പരാതിയിൽ ഉൾപ്പെടുന്നയാൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തേണ്ട നിർബന്ധവുമില്ല. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന്റെ ചിത്രത്തെയോ വീഡിയോ സന്ദേശമോ സഹിതം ആപ്ലിക്കേഷൻ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുക്കാം. പെരുമാറ്റച്ചട്ട ലംഘനം പരാതിപ്പെടുന്നത് പോലെ നൂലാമാലകൾ ഒഴിവാക്കാനാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഏപ്രിൽ 11-നാണ് ഇത് ആരംഭിക്കുക. ഏപ്രിൽ 23-നാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. മെയ് 23-ന് വോട്ടെണ്ണൽ നടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.